പരസ്യപ്രചാരണം അവസാനിപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മതം പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ള പ്രസംഗവുമായി കാട്ടാക്കട എൻഡിഎ സ്ഥാനാർത്ഥി പി കെ കൃഷ്ണദാസ്. LDF UDF സർക്കാർ വന്നാൽ പെൺകുട്ടികളെ ലവ് ജിഹാദിന്റെ ഭാഗമാക്കുമെന്നാണ് വിവാദ പരാമർശം. ഹിന്ദു ക്രൈസ്തവ കുടുംബങ്ങളിലുള്ളവർ സൂക്ഷിക്കണം. 2 ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഒന്ന് സഹിക്കണ്ടല്ലോ എന്നുള്ളതാണ് ഒരേ ഒരു ആശ്വാസം. ഇലക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞ് റിസൾട്ടും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേന് നമുക്ക് സമാധാനമുണ്ട്. പിന്നെ ഒരു 5 വർഷത്തേന് നമുക്ക് സമാധാനമുണ്ട്. സത്യം പറയാമല്ലോ, കുറേ നാളും കൊണ്ട് എന്തൊക്കെയാണ് ആൾക്കാർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഇലക്ഷൻ പ്രചരണത്തിനെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കച്ച കെട്ടി അങ്ങോട്ട് ഇറങ്ങും. പക്ഷേ ഇവരുടെയൊക്കെ വായിൽ നിന്ന് വാഗ്ദാനങ്ങളൊന്നും അല്ല വീഴുന്നത്, ഇത് മാത്രമാണ് വീഴുന്നത്. എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കും, നിങ്ങൾക്കൊന്നും വേറെ ഒന്നും പറയാനില്ലേ? ഈ പൊളിറ്റീഷ്യന്മാർക്ക് വേറൊന്നും സംസാരിക്കാനില്ലേ? ഈ വാ തുറന്നു കഴിഞ്ഞാൽ മതമിളകിയ വർത്തമാനമല്ലാതെ വേറെ ഒന്നും ഇവരുടെ ഒന്നും വായിൽ നിന്ന് വരത്തില്ല, അല്ലെങ്കിൽ നാവിന്റെ തുമ്പത്തൊന്നും അങ്ങോട്ട് വരത്തില്ല. ഹിന്ദു ക്രിസ്ത്യൻ ഇപ്പൊ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെ മാത്രമാണ് പിടിച്ചേക്കുന്നത്, ബാക്കിയുള്ളവരെ ഒന്നും വേണ്ട. ബാക്കിയുള്ളവരൊന്നും ഈ നാട്ടിലെ ജനങ്ങളല്ലല്ലോ. ഹിന്ദുവും ക്രിസ്ത്യാനികളും മാത്രമാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ, ബാക്കിയുള്ളവരൊന്നും ജനങ്ങളല്ല. എന്തിനാണ് ഈ മതം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിപ്പിക്കാൻ നോക്കുന്നത്, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്? ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും ഒരു നിയമത്തിന്റെ അണ്ടറിലുള്ളതാണ്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒന്നാണ്. അവിടെ മതമോ ജാതിയോ രാഷ്ട്രീയമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ല. നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഈക്വലാണ്. ഈ രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും ഒരേ അവകാശമാണ്. ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ നിങ്ങളും പഠിച്ചിട്ടുള്ളത്? പിന്നെ ഈ വർഗം തിരിച്ചും വർണ്ണം തിരിച്ചും സംസാരിക്കുന്നത് പോലെ ഈ മതം തിരിച്ച് എന്തിനാണ് സംസാരിക്കുന്നത്? ഇവർ ഈ മതം തിരിച്ച് സംസാരിക്കുന്നതിലൂടെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവർക്കിപ്പോൾ വേറെ ആൾക്കാരുടെ വോട്ടൊന്നും വേണ്ട, ഇവർക്ക് മുസ്ലിങ്ങളുടെ വോട്ടൊന്നും വേണ്ട. ഞാൻ പച്ചയായിട്ട് അങ്ങ് തുറന്നു പറയുവാണ്, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു വിഭാഗത്തെ കരി തേച്ച് കാണിച്ച് ആ വിഭാഗത്തെ ഇരുട്ടിലേക്ക് നിർത്താനാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരേപോലെയാണ്. ഓക്കെ, കോമൺ ആയിട്ട് സംസാരിക്കുക, എല്ലാവരോടുമായിട്ട് സംസാരിക്കുക, മതം പറയാതെ എല്ലാ വ്യക്തികളോടുമായിട്ട് സംസാരിക്കുക. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരു പ്രചരണത്തിൽ നിൽക്കുമ്പോൾ, ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാനെന്ന് പറയുന്ന വ്യക്തി ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നതൊക്കെ നൽകും, അല്ലെങ്കിൽ ഇന്നതൊക്കെ പ്രൊവൈഡ് ചെയ്യും. അവിടെ മതമല്ല, ഇന്ന മതസ്ഥർക്ക് ഇന്നതൊക്കെ നൽകും എന്നല്ല പറയേണ്ടത്. വ്യക്തികൾക്ക്, ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഇന്നതൊക്കെ നൽകും, കുഞ്ഞുങ്ങൾക്ക് ഇന്നതൊക്കെ നൽകും, അമ്മമാർക്ക് ഇന്നതൊക്കെ നൽകും. അങ്ങനെ സംസാരിക്കുക. അങ്ങനെ സംസാരിക്കാൻ ഇവർക്ക് അറിയത്തില്ലേ? ഇലക്ഷൻ പ്രചരണം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അല്ലാതെ ഇങ്ങനെ വർഗം തിരിച്ച് സംസാരിക്കാനല്ല ഇലക്ഷൻ പ്രചരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇലക്ഷൻ പ്രചരണം എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഇന്നതൊക്കെ നൽകും, ഞാൻ നിങ്ങൾക്കൊക്കെ ഇന്നതൊക്കെ പ്രൊവൈഡ് ചെയ്യും, ഇതിനു മുമ്പുള്ള സർക്കാർ നൽകാത്തതൊക്കെ ഇനി ഞങ്ങൾ നൽകും എന്നൊക്കെ പറഞ്ഞൊരു ക്യാമ്പയിനിങ് നടത്തുകയാണ്. നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാണ്, നിങ്ങളുടെ പരസ്യം നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർ വന്നിരുന്ന് വർഗം തിരിച്ച് സംസാരിക്കുകയാണ്. വർഗം, കഷ്ടം തന്നെ. ഏതായാലും ആ മഹാനായിട്ടുള്ള വ്യക്തി എന്താണ് സംസാരിച്ചത് എന്നുള്ളത് ഞാൻ കേൾപ്പിച്ചു തരാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും, കാരണം നമ്മൾക്ക് ഗൈഡ് ലൈൻസ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഓരോന്നൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്ക് മ്യൂട്ട് ചെയ്തിട്ട് പുള്ളിക്കാരൻ എന്താണ് പറഞ്ഞതെന്നുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നമുക്ക് കാർക്കിച്ച് തുപ്പാൻ തോന്നും, അത്തരം വർത്തമാനമൊക്കെയാണ് വന്നിരുന്ന് പറയുന്നത്. പച്ചയ്ക്ക് അങ്ങ് വിളിച്ച് പറയുവാണ്. ഒരു സംസ്കാരം വേണം, ഒരു മര്യാദ വേണം. മനുഷ്യന്മാരായി കഴിഞ്ഞാൽ ഒരു മര്യാദയോടുകൂട്ടൊക്കെ സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാനുഷിക പരിഗണന കാണിക്കുക, എല്ലാവരെയും ഒരേപോലെ കാണാൻ എന്നാണോ ഇവരൊക്കെ പഠിക്കുന്നത്? ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ ഹിന്ദു വീടുകളിലുള്ള ക്രൈസ്തവ വീടുകളിലുള്ള പെൺകുട്ടികളെ പ്രണയം നടിച്ച് ലവ് ജിഹാദിന്റെ പേരിൽ പ്രവർത്തനത്തിന് റിക്രൂട്ട് ചെയ്യിപ്പിക്കുക, ഇതായിരിക്കും കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. നാം കൈപ്പത്തിയിൽ വോട്ട് ചെയ്താലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്താലും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു ഭവനങ്ങളിലെ ക്രൈസ്തവ ഭവനങ്ങളിലെ പെൺകുട്ടികളെ പ്രണയം നടിച്ച് പ്രവർത്തനത്തിന് റിക്രൂട്ട് ചെയ്യുന്ന പ്രവർത്തനമായിരിക്കും കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് നാം അനുവദിക്കണമോ എന്ന് ഈ നാട്ടിലെ വോട്ടർമാർ ചിന്തിക്കണമെന്നുള്ളതാണ് NDAക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപകടകരമായൊരു സാഹചര്യം കേരളത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമി, മറുഭാഗത്ത് SDPI. ഇത് രണ്ടും പ്രിയമുള്ളവരെ രാജ്യ സംഘടനകളാണ്, പാക് അനുകൂല സംഘടനകളാണ്. ഈ 2 സംഘടനകളുമായിട്ടാണ് നമിച്ചു. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ.
സത്യത്തിൽ എനിക്ക് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരോടെല്ലാം വിയോജിപ്പാണ്, എനിക്ക് ഈ പൊളിറ്റീഷ്യന്മാരോട് മൊത്തത്തിൽ വിയോജിപ്പാണ്. ഞാൻ എനിക്ക് ആരെയും അങ്ങനെ പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം ചിലപ്പോൾ നമുക്ക് ചില വ്യക്തികളോട് താല്പര്യം ഉണ്ടാകും, ചില രാഷ്ട്രീയക്കാരോട് ചില വ്യക്തിഗതമായിട്ടുള്ള താല്പര്യങ്ങൾ നമുക്കുണ്ടാകും, ഈ രാഷ്ട്രീയക്കാരൻ്റെ നിലപാട് കൊള്ളാമല്ലോ എന്ന്. അതൊഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയോടേ താല്പര്യമില്ല. പക്ഷേങ്കിൽ ബാക്കി 2 പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരും തന്നെ ഈ രീതിയിൽ നീചമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു വിഭാഗത്തെ മൊത്തത്തിൽ അങ്ങ് അടച്ചാക്ഷേപിച്ച് അവരെ മുഴുവനായിട്ട് കരിവാരി തേച്ച് എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? എല്ലാവരെയും ഒരേപോലെ കണ്ടിട്ട് ഒരേ രീതിയിൽ സംസാരിച്ചൂടെ? ഒരു ഇക്വാളിറ്റി ഇതിനകത്തും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ സത്യത്തിൽ ഇവർ വിചാരിച്ചേക്കുന്നത് ഇങ്ങനെ ഹിന്ദു ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ് മതം പറഞ്ഞ് സംസാരിച്ച് കഴിയുമ്പോഴേക്കും ആൾക്കാരങ്ങ് വോട്ട് കൊടുക്കുമെന്നാണോ ഇവർ വിചാരിച്ചേക്കുന്നത്? നോർത്ത് ഇന്ത്യയിലൊക്കെ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുമായിരിക്കാം. പക്ഷെ കേരളത്തിൻ്റെ സാഹചര്യം വേറെയാണ്. ഒരു സ്ഥലത്ത് ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ആ സ്ഥലത്തുള്ള ജനങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണ് എന്നുള്ളതെങ്കിലും മനസ്സിലാക്കിയതിന് ശേഷം പ്രചരണം നടത്തുക. ഈ രീതിയിൽ മതം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ പുല്ല് വില പോലും കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഇവർക്കൊരു പുരോഗമനം ഉണ്ടാവാത്തതിൻ്റെ മെയിൻ കാരണം, കേരളത്തിലൊരു പുരോഗമനം ഉണ്ടാവാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രചരണം നടത്താൻ നോക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. വന്നിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളും മിക്ക സ്ഥാനാർത്ഥികളും ഇതേ പരിപാടിയാണ്, ഈ ഒരു പാതയിലാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ അങ്ങ് അടച്ചാക്ഷേപിക്കുകയാണ്. കേരളത്തിൽ ഒന്നുമില്ല, കേരളം ഏറ്റവും തരം താഴ്ന്ന അവസ്ഥയിലാണ് എന്നങ്ങ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുകയാണ്. ഈവൻ നാഷണൽ ലെവലിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ പോലും, ലീഡേഴ്സ് ആയിക്കോട്ടെ പൊളിറ്റീഷ്യന്മാരായിക്കോട്ടെ, പ്രചരണത്തിന് വേണ്ടിയിട്ട് നാഷണൽ ലെവലിൽ നിന്ന് ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിലെത്തി. അവർ പോലും കേരളത്തെ അങ്ങ് അടച്ചാക്ഷേപിക്കുകയാണ്. കേരളത്തിൽ ഒന്നുമില്ല, കേരളത്തിൽ മൊത്തത്തിൽ അങ്ങ് പ്രശ്നമാണ്, മുക്കിലും മൂലയിലും പ്രശ്നമാണ്. അങ്ങനെ മുക്കിലും മൂലയിലും പ്രശ്നമൊന്നുമില്ല. എല്ലാ സംസ്ഥാനത്തുള്ളതുപോലെയുള്ള പ്രശ്നങ്ങൾ കേരളത്തിലുമുണ്ട്. തീർച്ചയായിട്ടും കേരളം മുഴുവനായിട്ട് അങ്ങ് 100% പെർഫെക്റ്റ് സിറ്റുവേഷനിലൊന്നും ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ സ്ഥലത്തുള്ളതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ മറ്റു സ്ഥലത്ത് ഇല്ലാത്ത പല കാര്യങ്ങളും ഇവിടെയുണ്ട്. അത് കാണാൻ ഇവർക്ക് കണ്ണില്ല. അപ്പോൾ ജനങ്ങൾ തമ്മിൽ ഒത്തൊരുമ ഉണ്ടാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ജനങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ പുരോഗമനം ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവരുടെ സംസാരങ്ങളിൽ മുഴുവൻ അമ്പലം, പള്ളി, അല്ലെന്നുണ്ടെങ്കിൽ അമ്പലത്തിലെ സ്വർണം, ദൈവം, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, അതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ അന്വേഷണം നടത്തണം, അതിൻ്റെ പുറകിലുള്ള ആൾക്കാരെയൊക്കെ വെളിയിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ ഉള്ളതെല്ലാം സത്യമാണ്, എല്ലാ കാര്യവും സത്യമാണ്. പക്ഷെ അത് മാത്രം ഒരു പ്രചരണ വിഷയമാക്കുന്ന സമയത്ത് ഈ നാട്ടിലെ മനുഷ്യന്മാരെ പറ്റിയിട്ട് ഒന്നും പറയണ്ടായോ? ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു, കേരളത്തിൽ വേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിച്ച് പ്രചരണം നടത്തുക. കേരളത്തിൽ എന്താണ് ആവശ്യം എന്നുള്ളതിനെ പറ്റിയിട്ട് പ്രചരണം നടത്തുക. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പറയുന്നത് കേട്ടു, കേരളത്തിലുണ്ടായ ഫ്ലഡ് അത് മനുഷ്യനിർമ്മിതമല്ല എന്ന്. അതെങ്ങനെ പറയാൻ സാധിക്കും മനുഷ്യനിർമ്മിതമല്ല എന്നുള്ളത്? അത് മനുഷ്യനിർമ്മിതം തന്നെയാണ്. റിപ്പീറ്റഡ് ആയിട്ട് 2018 ശേഷം റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഫ്ലഡ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ആദ്യം വന്നത് മനുഷ്യനിർമ്മിതമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നീട് വരുന്നത് അപ്പോൾ എങ്ങനെയാണ്? ഒരു വർഷം വന്നെങ്കിൽ, ഒരു വർഷം നമ്മൾക്ക് ഒരു എക്സാമ്പിളായിട്ട് വലിയൊരു ഫ്ലഡ് വരുമ്പോൾ പിന്നീടുള്ള വർഷങ്ങളിൽ അതിൽ നിന്ന് എങ്ങനെ മോചനം നേടണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതാണ് ഒരു സംസ്ഥാനം ചെയ്യുക. പക്ഷെ അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത്തരം വിഷയങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാമല്ലോ. അതായത് ഇത്രയും ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൽ ഇരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, ഒരു ലോങ് ടൈമിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നവരാണ്. ബട്ട് സ്റ്റിൽ ഇവിടെ വന്ന് കിടന്ന് പൊട്ടത്തരം മാത്രം വിളിച്ച് പറയുവാണ്. ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുക, ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യും. ഈ നാട്ടിലെ ജനങ്ങളുടെ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ടും അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളതും അടിസ്ഥാനപരമായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടും സംസാരിക്കുക. ഈ 2020 പാർട്ടിയിലുള്ള ഒരു സ്ഥാനാർത്ഥി വന്നിരുന്നു പറയുന്നത് കേട്ടു, ഗവൺമെൻറ് സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരുന്നു. ഗവൺമെൻറ് സ്കൂളുകളിൽ പണ്ട് മുതലേ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. ഞാനൊക്കെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ്, ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഈ ഉള്ള ഇംഗ്ലീഷ് മീഡിയം എന്തുമായിരുന്നു? അപ്പം ഈ പൊട്ടത്തരങ്ങൾ പറയാതിരിക്കുക, നമ്മുടെ സാഹചര്യങ്ങളെ പറ്റിയിട്ട് കുറച്ചൊക്കെ നോളജ് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് അത്യാവശ്യം അടിസ്ഥാനപരമായി നല്ല സൗകര്യങ്ങളിലൊക്കെയാണ് മിക്ക കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുക.
ഇല്ലാത്ത കുറേ മേഖലകളുണ്ട്, ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതിനകത്ത് നമ്മൾ നല്ല രീതിയിൽ പരാജയമാണ്. അത്തരം കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യണം, ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യണം, ഇത്തരം വിഷയങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുക. അപ്പം യഥാർത്ഥ ചോദ്യം ചോദിക്കുന്നവരെ പറ്റിയിട്ടൊന്നും ഇവർ സംസാരിക്കത്തില്ല. യഥാർത്ഥ ചോദ്യം ചോദിക്കുന്നവരുടെ ബായടപ്പിക്കും, കംപ്ലീറ്റ് ബായടപ്പിക്കും. പിന്നെ ഇതേപോലെ പൊട്ടത്തരങ്ങളൊക്കെ സംസാരിക്കുന്നവർക്ക് മാത്രമേ നമ്മുടെ നാട്ടിൽ നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ ഒത്തിരി യങ്സ്റ്റേഴ്സ് ഉണ്ട്, ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഈ പാർട്ടിക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ യങ്സ്റ്റേഴ്സിനെ കണ്ടെത്തിയിട്ട് നിർത്താമായിരുന്നു ഇലക്ഷന്. അവർ വളരെ കൃത്യമായിട്ട് കറക്റ്റ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവർ കണ്ടെത്തി അവർ പരിഹരിച്ചേനെ. ആരും തന്നെ ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ ഈ കേരളത്തിലുള്ള 3 പൊളിറ്റിക്കൽ പാർട്ടിയിൽ പെട്ടിട്ടുള്ള ആരും തന്നെ അത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കെൽപ്പുള്ള, തൻ്റെ ഇടമുള്ള, അല്ലെന്നുണ്ടെങ്കിൽ നല്ല തലയ്ക്കകത്ത് വല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ഒരുപാട് നല്ല നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും ചിന്താഗതിയും ഒക്കെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. 30-40 വയസ്സിൻ്റെ ഇടയിലുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും തന്നെ നിർത്തുന്നില്ലല്ലോ. എന്തുകൊണ്ട് നിർത്തുന്നില്ല? കാരണം പ്രായമായി ഒട്ടും വയ്യാഴികയായിട്ട് വീട്ടിൽ കുത്തിയിരിക്കേണ്ടതുങ്ങളെ വരെ വിളിച്ച് ഇരുത്തിയിട്ട് ഇലക്ഷൻ അങ്ങ് നിർത്തിയേക്കാണ്, മത്സരിപ്പിച്ചേക്കാണ്. ആ സമയമൊക്കെ കഴിയണം. ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 65 വയസ്സിന് ശേഷം പിന്നെ റിട്ടയർമെന്റ് കൊടുത്തേക്കുക, പൊളിറ്റീഷ്യൻസിനാണെങ്കിലും ആർക്കാണെങ്കിലും. അതിനുശേഷം വീട്ടിലിരിക്കട്ടെ. അല്ലാത്ത ആൾക്കാർക്ക് പുതിയ കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ആൾക്കാർ വരണം. ഇതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. നേരെ മറിച്ച് ഇങ്ങനെ കുറേ ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നു, കുറേ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നു, മതമിളകിയ വർത്തമാനങ്ങൾ പറയുന്നു, വർഗം തിരിച്ച് സംസാരിക്കുന്നു. ഇത് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ഷൻ പ്രചരണം നടന്നപ്പോഴല്ല, അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഇത് മാത്രമാണ്. ആരെ വിശ്വസിക്കും നമ്മൾ? ആർക്ക് വോട്ട് കൊടുക്കും?